ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അക്രമബാധിത രാജ്യത്ത് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജനാധിപത്യവും സുരക്ഷിതവും സമാധാനപരവും പുരോഗമനപരവുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചതായും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും മുഹമ്മദ് യൂനുസ് ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനകീയ പ്രക്ഷോഭത്താൽ കുലൂഷമായ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇടക്കാല ഭരണാധികാരിയായി ചുമതലയേറ്റതിന് പിന്നാലെ മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശ് വിട്ടതിനെ തുടർന്നാണ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ സേനാ നേതൃത്വം തീരുമാനിച്ചത്. പ്രധാനമന്ത്രിക്ക് തുല്യമായ മുഖ്യ ഉപദേശകൻ എന്നതാണ് യൂനുസിന്റെ പദവി. തെരഞ്ഞെടുപ്പ് നടത്തിയ പുതിയ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ ചുമതല. രാജ്യത്ത് ആസകലം അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിമിന്റെയും പേരിൽ വർഗീയത പടച്ചുവിട്ട് അക്രമങ്ങൾ നടത്തുന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. ഏതു രാജ്യത്തായാലും ന്യൂനപക്ഷത്തിനെതിരെയുള്ള അക്രമങ്ങൾ വളരെ മോശമാണ്. ഇന്ത്യയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയത കലർത്തി നിരവധി അക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ രീതിയിലുള്ള പല അക്രമങ്ങളും നമ്മൾ സാക്ഷിയായിട്ടുള്ളതാണ്. ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനുസ് സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇപ്പോഴും അക്രമം പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. രാജ്യത്ത് ആസകലമുള്ള അക്രമം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടും ഇതുവരെയും അവസാനിക്കാത്തതിന്റെ കാരണം ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലായാലും ബംഗ്ലാദേശിലായാലും ഇതുപോലെയുള്ള വർഗീയ കലാപങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടണം. കാരണം രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാവുകയാണ് അതുവഴി ചെയ്യുന്നത്. ന്യൂനപക്ഷമായ ഹിന്ദു, മുസ്ലിം, ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും അവർക്കെതിരെയുള്ള അക്രമം നമ്മൾ ഇനിയും അവസാനിക്കണം. എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു ബോധ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം. ആ ഒരു ബോധ്യത്തിലൂടെയാകണം ഇനിയുള്ള രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയപരമായ പല ഭിന്നിപ്പുകളും പലരിലും തമ്മിലുണ്ടെങ്കിലും മതപരമായി ഒരിക്കലും ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. മതം ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാകണം. മതത്തിന്റെ പേരിലുള്ള വർഗീയത ഇനിയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കണം. ഏത് രാജ്യത്തായാലും മതത്തിന്റെ പേരിലുള്ള വർഗീയത ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ മതത്തിന്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതലുള്ള അക്രമം രൂക്ഷമാകുന്നത്. ഇന്ന് ലോകമെമ്പാടും നിരവധി ആളുകളാണ് ഈ അക്രമത്തിലൂടെ മരണപ്പെട്ടു പോകുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇതുവരെയും 4000-ലധികം ആളുകളാണ് മരിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇനിയും ഇതുപോലെയുള്ള മതത്തിന്റെ പേരിൽ വർഗീയ ലഹള ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. എന്താണ് അതിലൂടെ നേടാൻ സാധിക്കുന്നതെന്നും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം. ഒരിക്കലും ഒരു വ്യക്തിക്കും മതത്തിന്റെ പേരിൽ മറ്റുള്ളയാളെ വിദ്വേഷിക്കാൻ സാധിക്കില്ല. എല്ലാ മതങ്ങളും നല്ലതാണ്. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത്. നന്മയോടെ ജീവിക്കാനും ജീവിതത്തിൽ ഇനിയും നല്ലത് നേടാനും സമാധാനപരമായി പോകാനാണ് എല്ലാ മതവും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പിന്നെയും എന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ ഇതുപോലെയുള്ള വർഗീയ ലഹളകൾ സൃഷ്ടിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിയായാലും സിഖായാലും ജൈനമതമായാലും ഇന്ത്യ എന്നത് വളരെ വൈവിധ്യമാർന്ന മതങ്ങളാൽ സമ്പൂർണമായതാണ്. എല്ലാ മതങ്ങളും ഇന്ത്യയെ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ ആളുകൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ടും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭരണ സംവിധാനങ്ങൾ പോലും ഇതുപോലെയുള്ള വർഗീയ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവർ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവർ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്നു. നമ്മളത് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ജാതി വർഗീയത ഉണർത്തുകയാണ് ചില രാഷ്ട്രീയ ആളുകൾ. പൂർണ്ണമായുമല്ല, ചിലർ മാത്രം. അവരെ മാത്രം മാറ്റി നിർത്തിയാൽ നമ്മളെന്ന മനുഷ്യനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും. ആ മനുഷ്യന് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ യുദ്ധങ്ങൾക്കും അവസാനം കുറിക്കാൻ സാധിക്കുന്നതാണ്. കാരണം യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. അതില്ലാതാക്കാൻ മനുഷ്യന്മാർക്ക് തന്നെ സാധിക്കും. എല്ലാ ജനങ്ങളെയും, എല്ലാ സമുദായങ്ങളെയും, എല്ലാ ജാതികളെയും, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് സ്നേഹിക്കാം. അവരെല്ലാവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. വിദ്വേഷം പടർത്താൻ എളുപ്പമാണ്. എന്നാൽ അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ജീവഹാനികൾക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വരെ ഇല്ലാതാകുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന, അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും സങ്കടവും നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓരോ രാജ്യത്തിലും ഇതുപോലെയുള്ള വലിയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ജീവനും സ്വത്തിനും ആരും വില പറയില്ല. നഷ്ടപ്പെട്ടു പോയത് എന്നും നഷ്ടപ്പെടുകയാണ്. എന്നാൽ അത് വീണ്ടെടുക്കാൻ നമുക്കാർക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ കലാപങ്ങൾ അവസാനിപ്പിക്കാം. ജാതിയുടെയും മതത്തിന്റെയും വിദ്വേഷങ്ങൾ ഇനിയെങ്കിലും നമുക്ക് നിർത്താം. നല്ലൊരു നാളേക്കായി മനുഷ്യനായി തന്നെ ജീവിക്കട്ടെ.